മെഷർമെൻറ്റ് ഓഫ് ദി കണ്ടക്ടിവിറ്റി ഓഫ് അയോണിക് സൊല്യൂഷൻ. ഒരു അയോണിക് സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റി എങ്ങനെ മെഷർ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, കണ്ടക്ടിവിറ്റി ഓഫ് അയോണിക് സൊല്യൂഷൻ ക്യാൻ ബി മെഷേർഡ് ബൈ യൂസിങ് കണ്ടക്ടിവിറ്റി സെൽ ആൻഡ് വീസ്റ്റൺ ബ്രിഡ്ജ്. അപ്പോൾ വീസ്റ്റൺ ബ്രിഡ്ജ് അപ്പാരറ്റസും കണ്ടക്ടിവിറ്റി സെല്ലും ഉപയോഗിച്ചിട്ട് ഒരു അയോണിക് സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റി നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഇനി എന്താണ് കണ്ടക്ടിവിറ്റി സെൽ? ഒരു ഗ്ലാസ് ട്യൂബിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് പ്ലാറ്റിനൈസ്ഡ് പ്ലാറ്റിനം ഇലക്ട്രോഡ് കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടാവും. പ്ലാറ്റിനൈസ്ഡ് പ്ലാറ്റിനം ഇലക്ട്രോഡ് ഗ്ലാസ് ട്യൂബിൻ്റെ രണ്ട് വശങ്ങളിലും ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ഇലക്ട്രോഡിനെ വീസ്റ്റൺ ബ്രിഡ്ജ് അപ്പാരറ്റസുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി വ്യത്യസ്ത രീതിയിലുള്ള കണ്ടക്ടിവിറ്റി സെല്ല് നമ്മൾ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി കണ്ടക്ടിവിറ്റി സെല്ലിലെ രണ്ട് ഇലക്ട്രോഡുകൾക്കിടയിലുള്ള അകലം, കണ്ടക്ടിവിറ്റി സെല്ലിലെ രണ്ട് ഇലക്ട്രോഡുകൾക്കിടയിലുള്ള അകലത്തിനെ നമ്മൾ എൽ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. സ്മോൾ ലെറ്റർ എൽ എന്നുള്ള അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. അതുപോലെ കണ്ടക്ടിവിറ്റി സെല്ലിൽ കണക്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രോഡിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ നമ്മൾ എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട്, ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഓക്കെ, ഇനി ഒരു കണ്ടക്ടിവിറ്റി സെല്ലിനെ സംബന്ധിച്ചിടത്തോളം അതിൽ രണ്ട് ഇലക്ട്രോഡുകൾ തമ്മിലുള്ള അകലം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ആ ഇലക്ട്രോഡിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഏത് അയോണിക് സൊല്യൂഷൻ ഉപയോഗിച്ച് കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യുമ്പോഴും അതിലെ ഇലക്ട്രോഡുകൾക്കിടയിലുള്ള അകലം ലെങ്ത്ത് സെയിം ആയിരിക്കും. അതുപോലെ ഇലക്ട്രോഡിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ദി ക്വാണ്ടിറ്റി L/A is called cell constant and it is denoted by the symbol G star. അപ്പോൾ കണ്ടക്ടിവിറ്റി സെല്ലിലെ ഇലക്ട്രോഡുകൾക്കിടയിലുള്ള അകലം L കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ അതിലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് L/A എന്ന് പറയുന്ന ടേമിനെ നമുക്ക് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് കരുതാം. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് സെൽ കോൺസ്റ്റൻ്റ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൽ കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്റൻസ് R = റോ ഇൻറ്റു L/A. എന്താണ് റോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് റെസിസ്റ്റിവിറ്റിയാണ്. അല്ലെങ്കിൽ നമുക്കിതിനെ മറ്റൊരു രീതിയിൽ എഴുതാം, R = L/K × A. എന്താണ് കാപ്പ? കാപ്പ ഈസ് ദി കണ്ടക്ടിവിറ്റി. ഓക്കെ, ഇനി ദി സെൽ കോൺസ്റ്റൻറ്റിനെ നമ്മൾ G സ്റ്റാർ എന്ന് പറയുന്ന അക്ഷരം ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. സെൽ കോൺസ്റ്റൻറ്റ് G star = L/A ഓർ ദറ്റ് ഈസ് ഈക്വൽ ടു R ഇൻറ്റു കാപ്പ എന്ന രീതിയിൽ നമുക്ക് എഴുതാം. അപ്പോൾ G star = R ഇൻറ്റു കാപ്പ. ഓക്കെ, ഓർ കാപ്പ = സെൽ കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ R. കാപ്പ = സെൽ കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ R ഓർ കാപ്പ = G star ഡിവൈഡഡ് ബൈ R എന്ന രീതിയിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കണ്ടക്ടിവിറ്റി സെല്ലിനെ നമ്മൾ ഒരു വീസ്റ്റൺ ബ്രിഡ്ജ് അപ്പാരറ്റസുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ എന്താണ് വീസ്റ്റൺ ബ്രിഡ്ജ് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. വീസ്റ്റൺ ബ്രിഡ്ജിൽ 4 റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. R1, R2, R3, R4. അപ്പോൾ ഇങ്ങനെ 4 റെസിസ്റ്റൻസിനെ നമ്മൾ കണക്ട് ചെയ്തതാണെന്ത് ഒരു വീസ്റ്റൺ ബ്രിഡ്ജ് അപ്പാരറ്റസ്. ചിത്രത്തിലുള്ളതുപോലെ 4 റെസിസ്റ്റൻസിനെയും നമ്മൾ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അതിനെ നമ്മളൊരു ആ റെസിസ്റ്റൻസിൻ്റെ ഇടയിലായിട്ട് നമ്മളൊരു ഡിറ്റക്ടർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ചിത്രത്തിൽ കൊടുത്ത പോലെ ഒരു ഡിറ്റക്ടർ കണക്ട് ചെയ്തിട്ടുണ്ടാവും.
ഓക്കെ. അപ്പോൾ ഇതിൽ റെസിസ്റ്റൻസിൽ R3 ആൻഡ് R4 എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്, നോൺ റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ വാല്യൂ നമുക്ക് അറിയാവുന്നതാണ്. ആൻഡ് R1 ഈസ് എ വേരിയബിൾ റെസിസ്റ്റൻസ്. R1ൻ്റെ വാല്യൂ നമുക്ക് വാരി ചെയ്യാൻ പറ്റുന്ന റെസിസ്റ്റൻസ്, കൂട്ടുകയോ അതല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിസ്റ്റൻസ് ആണ് R1. ആൻഡ് R2 ഈസ് എ കണ്ടക്ടിവിറ്റി സെൽ. അപ്പോൾ നമുക്ക് ഏത് സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റി ആണോ മെഷർ ചെയ്യേണ്ടത്, ആ സൊല്യൂഷന് ആ കണ്ടക്ടിവിറ്റി സെല്ലിന് എന്ത് ചെയ്യുന്നു, കണ്ടക്ടിവിറ്റി സെല്ലിൽ സൊല്യൂഷൻ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ R2വിൻ്റെ സ്ഥാനത്ത് ഘടിപ്പിക്കുന്നു. ഓക്കെ, ഇവിടെയാണ് കണ്ടക്ടിവിറ്റി സെല്ലിനെ ഘടിപ്പിക്കുന്നത്. ഓക്കെ, വീസ്റ്റൺസ് ബ്രിഡ്ജ് അപ്പാരറ്റസിലൂടെ നമ്മൾ AC കറണ്ട് പാസ് ചെയ്യുന്നു. AC കറണ്ട് പാസ് ചെയ്തതിന് ശേഷം നമ്മൾ വേരിയബിൾ റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നൾ ഡിഫ്ലക്ഷൻ കണ്ടെത്തുന്നു. നൾ ഡിഫ്ലക്ഷൻ കണ്ടെത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടക്ടിവിറ്റി സെല്ലിലെ റെസിസ്റ്റൻസ്, അതായത് അൺനോൺ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അൺനോൺ റെസിസ്റ്റൻസ് R2 ഇസ് ഈക്വൽ ടു R1 R4 ഡിവൈഡഡ് ബൈ R3. അപ്പോൾ അൺനോൺ റെസിസ്റ്റൻസ് കിട്ടിയതിന് ശേഷം നമ്മൾ കാപ്പ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലേക്ക് ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ കാപ്പ ഇസ് ഈക്വൽ ടു സെൽ കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ R ഓർ G സ്റ്റാർ ഡിവൈഡഡ് ബൈ R എന്നുള്ള ഇക്വേഷനിലേക്ക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ വീസ്റ്റൺ ബ്രിഡ്ജ് അപ്പാരറ്റസിൽ നമ്മൾ AC കറണ്ടാണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് വീസ്റ്റൺ ബ്രിഡ്ജ് അപ്പാരറ്റസിൽ DC കറണ്ട് ഉപയോഗിക്കാത്തത്? DC കറണ്ട് ഉപയോഗിക്കുന്ന സമയത്ത് കണ്ടക്ടിവിറ്റി സെല്ലിൽ ഇലക്ട്രോളിസിസ് നടക്കുന്നു. അപ്പോൾ ഇലക്ട്രോളിസിസ് നടക്കുന്നതിൻ്റെ ഫലമായിട്ട് കണ്ടക്ടിവിറ്റി സെല്ലിലെ അയോണുകൾക്ക് കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നു. അങ്ങനെ ഇലക്ട്രോളിസിസ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആൾട്ടർനേറ്റ് കറണ്ട്, AC കറണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ AC കറണ്ടാണ് വീസ്റ്റൺ ബ്രിഡ്ജ് അപ്പാരറ്റസിൽ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വളരെ പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.